നമസ്കാരം. വിഴിഞ്ഞം ആ പേര് ഇനിയൊരു പ്രതീക്ഷയാണ്. രാജ്യത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമം നാളെ മുതൽ ഒരു ചരിത്രം എഴുതുകയാണ്. രാജ്യത്തിൻ്റെ വാണിജ്യ കവാടമായി ഈ ഗ്രാമം മാറുന്നു. പ്രധാനമന്ത്രി നാളെ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ വികസന പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ വിഴിഞ്ഞം പ്രതീക്ഷകൾക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞു. എല്ലാം ശുഭസൂചനകളാണ്. പദ്ധതിയുടെ നേരവകാശിയായ ആര് എന്ന തർക്കങ്ങൾ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. നാട് വികസിക്കട്ടെ, പുതിയ തലമുറയ്ക്ക് മികച്ച ഭാവി ഉണ്ടാകട്ടെ, വികസനത്തിന് വഴിമാറി തന്നവർക്ക് നൽകിയ ഉറപ്പുകളും പാലിക്കപ്പെടട്ടെ. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. നാളത്തെ പ്രഭാതം പ്രതീക്ഷകളുടേതാവട്ടെ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയുള്ള മണിക്കൂറുകൾ ഒരു വലിയ കാത്തിരിപ്പാണ്. പ്രധാനമന്ത്രി കേരളത്തിലെത്തിക്കഴിഞ്ഞു. അല്പസമയം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമ്പോൾ വിഴിഞ്ഞമെന്ന കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടിക്കും പ്രസക്തിയേറുകയാണ്. വലിയ കടമ്പുകൾ പിന്നിട്ടുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. മറ്റൊരു പദ്ധതിക്കും ഉണ്ടാവാത്തത്ര തടസ്സങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ തർക്കങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ എതിർപ്പുകൾ നിരവധിയുണ്ടായി. എല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞമെന്ന മലയാളിയുടെ സ്വപ്നം യാഥാർത്ഥ്യം. എട്ടാം നൂറ്റാണ്ടിൽ ആയിരാജവംശത്തിന്റെ കാലത്ത് തുടങ്ങുന്നു വിഴിഞ്ഞത്തിന്റെ കഥ. തുറമുഖത്തിന്റെ കരുത്തിൽ ആയിരാജവംശം സമൃദ്ധിയിലേക്ക് കുതിച്ചു. രാജവംശത്തെ തകർക്കാൻ ശത്രുക്കൾ പദ്ധതിയിട്ടു. വിഴിഞ്ഞം തുറമുഖം പിടിച്ചെടുക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ, പിന്നെ നൂറ്റാണ്ടുകളോളം പല യുദ്ധങ്ങൾ. ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും തുറമുഖത്തിനു വേണ്ടി തമ്മിലടിച്ചു. 12-ാം നൂറ്റാണ്ടോടെ വിഴിഞ്ഞം തുറമുഖം ക്ഷയിച്ചു. പിന്നെ പതിയെ പതിയെ ഇല്ലാതായി. ദീർഘദർശിയായ ഭരണാധികാരി ദിവാൻ CP രാമസ്വാമിയുടെ കാലത്താണ് വിഴിഞ്ഞത്തിന്റെ വികസന സ്വപ്നങ്ങളും പുനർജനിച്ചത്. തുറമുഖത്തിനു വേണ്ടി CP സർവേ നടത്തി. ഇതിനിടെ രാജഭരണം മാറി ജനാധിപത്യം നിലയിൽ വന്നു. അതോടെ വിഴിഞ്ഞവും പതിയെ മറവിയിലേക്ക് മുങ്ങാൻ തുടങ്ങി. ജനാധിപത്യ സർക്കാരുകളുടെയും റഡാറിൽ എന്നും വിഴിഞ്ഞമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ, തർക്കങ്ങൾ, അനിശ്ചിതത്വങ്ങൾ. കൊച്ചിയുള്ളപ്പോൾ വിഴിഞ്ഞത്തെന്തിന് മറ്റൊരു തുറമുഖമെന്ന മണ്ടൻ ചോദ്യം വരെ. അങ്ങനെ കാരണങ്ങൾ പലതാണ് സ്വപ്ന പദ്ധതിയുടെ തീരം തൊടൽ ഇത്രയും വൈകിയതിന്. 1991 കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്തിന് വീണ്ടും ജീവൻ വച്ചു. കരുണാകരൻ മാറി 95 AK ആന്റണി മുഖ്യമന്ത്രിയായി. MV രാഘവനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. പദ്ധതിക്കായി കുമാർ എനർജി കോർപ്പറേഷനുമായി ആന്റണി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. UDF മാറി LDF അധികാരത്തിലെത്തി. നായനാർ സർക്കാരിന്റെ കാലത്തും ചർച്ചകൾക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ പദ്ധതി മുന്നോട്ടു പോയില്ല. 2004 ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖം നിർമ്മിക്കാൻ രൂപരേഖ തയ്യാറാക്കി. അടുത്ത വർഷം ടെൻഡർ വിളിച്ചു. ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യമാണ് ടെൻഡർ നേടിയത്. പ്രതിസന്ധികളുടെ അടുത്ത ഘട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ചൈനീസ് കമ്പനിക്ക് കേരളത്തിൽ എന്ത് താല്പര്യമെന്ന ചോദ്യങ്ങൾ ഉയർന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കകളും പടർന്നു. VS അച്യുതാനന്ദൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. സുരക്ഷാ അനുമതിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രിയെ കണ്ടു. UPA സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന CPM സമ്മർദ്ദം ശക്തമാക്കി. ഒന്നുകിൽ അനുമതി നൽകണം, അല്ലെങ്കിൽ നിഷേധിക്കണം. ഇതായിരുന്നു ആവശ്യം. ഒടുവിൽ സുരക്ഷാ അനുമതി നിഷേധിച്ച് കേന്ദ്രം തീരുമാനമറിയിച്ചു. അവിടെ പുതിയ വഴി തുറന്നു. പുതിയ ടെൻഡറിനുള്ള നടപടികൾ
സർക്കാർ ആരംഭിച്ചു. ടെൻഡറിന് മുന്നോടിയായി വിഴിഞ്ഞത്തിനു വേണ്ടി സർക്കാർ ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. അങ്ങനെ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന ഹൈദരാബാദ് കമ്പനി വിഴിഞ്ഞത്തേക്ക് വന്നു. അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. ടെൻഡറിൽ പങ്കെടുത്ത സൂം ഡെവലപ്പേഴ്സ് ലാൻകോയ്ക്കെതിരെ കോടതിയെ സമീപിച്ചു. നീണ്ട നിയമ പോരാട്ടങ്ങൾ. ഒടുവിൽ നിരാശരായി ലാൻകോ ഗ്രൂപ്പ് കരാറിൽ നിന്ന് പിന്മാറി. വിഴിഞ്ഞം വീണ്ടും അനാഥമാകുന്നു. ഇതിനിടെ 2009 തുറമുഖത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഭൂ ഉടമ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു ഉപദേശം. വെൽസ്പൺ ഗ്രൂപ്പ് ടെൻഡറിൽ യോഗ്യത നേടി. പക്ഷേ അവർക്കും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിച്ചു എന്ന നിരാശ പടർന്ന കാലം. 2013 വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നു. ഇതോടെ പുതിയ വേഗം കൈവന്നു വിഴിഞ്ഞമെന്ന സ്വപ്നത്തിന്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈകൊടുത്തു. ഡിസംബർ 15 അദാനിയുമായി ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു. 1000 ദിവസം കൊണ്ട് ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തും. ഇതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കരാറിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തു. പിന്നെയും അനിശ്ചിതത്വത്തിന്റെ തിരമാലകൾ വിഴിഞ്ഞം തീരത്തെ പൊതിഞ്ഞു. പ്രകൃതിദത്ത തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് പ്രകൃതി തന്നെ തടസ്സമായി. വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റിൽ പുലിമുട്ടുകൾ നശിച്ചു. കല്ലുകൾ കടലെടുത്തു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കരാറിൽ പിണറായി വിജയൻ മാറ്റങ്ങൾ വരുത്തി. വിഴിഞ്ഞം പദ്ധതിക്ക് പുതിയ ഗതിവേഗം. പ്രതിസന്ധികൾ അപ്പോഴും വിഴിഞ്ഞത്തെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. പാറയ്ക്കും ചുണ്ണാമ്പു കല്ലിനുമെല്ലാം ക്ഷാമം നേരിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പാറ എത്തിച്ചു. പിന്നാലെ വന്ന കോവിഡ് വ്യാപനം വിഴിഞ്ഞത്തെ വീണ്ടും പിന്നോട്ടടിച്ചു. കോവിഡ് മാറി നിർമ്മാണം തുടങ്ങി. അപ്പോഴേക്കും പ്രദേശവാസികൾ സമരവും തുടങ്ങിയിരുന്നു. തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് വിഴിഞ്ഞം തീരത്ത് സമരവേലിയേറ്റങ്ങളുടെ കാലമായിരുന്നു. പിന്നീട് മാസങ്ങളോളം സമരക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. സർക്കാർ സമരത്തെ അടിച്ചമർത്തി. പതിയെ പതിയെ തീരം ശാന്തമായി. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. 2024 ജൂലൈ 12 ട്രയൽ റൺ നടത്തി. ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു. വിഴിഞ്ഞത്ത് അത്യാഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ അവിടെയും അവസാനിച്ചില്ല. വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ അത് തങ്ങളെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ട അയൽ സംസ്ഥാനവും അയൽ രാജ്യങ്ങളുമൊക്കെ കഴിയും പോലെ വിഴിഞ്ഞത്തിന് പാരപണിതു. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് നാട്ടിലില്ലാത്ത വ്യവസ്ഥകൾ വച്ച് കേന്ദ്ര സർക്കാരും ബുദ്ധിമുട്ടിച്ചു. തടസ്സങ്ങളെ കീറിമുറിച്ച് വിഴിഞ്ഞമെന്ന കപ്പൽ കുതിക്കുകയാണ്. രാജ്യത്തിനും കേരളത്തിനും അഭിമാനമായി. സമൃദ്ധിയുടെ നല്ല നാളുകൾ സ്വപ്നം കാണാൻ മലയാളിക്ക് കരുത്തായി. വിഴിഞ്ഞത്തു നിന്നും അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18. അരുണിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ നിരവധി നാഴികക്കല്ലുകൾ പിന്നിടുകയാണ്. അത് കേരളത്തിന്റെ ഒരു ചരിത്രത്തോളം പഴക്കമുണ്ട് വിഴിഞ്ഞമെന്ന സ്വപ്ന പദ്ധതിക്ക്. വിഴിഞ്ഞം ഒരുപക്ഷെ അതിന്റെ ആലോചനാ നാളുകളിൽ ഈ പദ്ധതിയുടെ ഈ ഇത്ര വലിയൊരു സാധ്യതകളെക്കുറിച്ച് ആരും ചിന്തിച്ചിരുന്നില്ല. ആ വെല്ലുവിളികൾ മറികടന്നതിന് പിന്നിൽ നിരവധി കടമ്പകളുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ക്രെഡിബിലിറ്റിയുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഒടുവിൽ ഈ പദ്ധതി ഇങ്ങ് എത്തുമ്പോൾ രാഷ്ട്രീയ വിവാദവും ശക്തമായി വരികയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ പദ്ധതിയുടെ നേരവകാശി? വലിയ രാഷ്ട്രീയ വിവാദമാണ്. സ്വാഭാവികമാണ്. കേരളത്തിൽ വികസന പദ്ധതികളെ ചൊല്ലി അത്തരം വിവാദങ്ങൾ ഉയരുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയും സ്വാഭാവിക പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ അത് നടപ്പിലാക്കാൻ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ മാത്രമാണോ ഇതിൻ്റെ നേരവകാശി? ഇതിനു മുന്നുള്ള ഏതൊക്കെ സർക്കാരിന് ഇതിൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്? ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തലേന്നും ഈ രാഷ്ട്രീയ വിവാദം ശക്തമാണ്. ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ് പദ്ധതിയുടെ തുടക്കക്കാരൻ എന്ന വാദം UDF ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ BJPയും അവകാശവാദങ്ങളുമായി ഇന്ന് രംഗത്തെത്തി. എന്താണ് ഇന്ന് സംഭവിച്ചത്? കാണാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേരവകാശം സ്ഥാപിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് ഇടതു വലതു മുന്നണികളും BJPയും. തുറമുഖ കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പോഴും തീരുന്നില്ല രാഷ്ട്രീയ തർക്കങ്ങൾ. തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് ശക്തമാക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകളും വിഴിഞ്ഞത്ത് നിറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റും അവരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ്. ഇത് 2025.
ആരംഭിച്ചിട്ട് പോലുമില്ല. തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ച സമരത്തിന് പിന്നിൽ ആരെന്ന് ജനങ്ങൾക്കറിയാമെന്ന് CPM പറയുന്നു. ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പിണറായി സർക്കാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നാണ് ഇടതു നിലപാട്. കേരളത്തിന് 40 വർഷം വേണം ഇത് ഈ പോർട്ടിൽ നിന്നുള്ള ലാഭം കിട്ടാൻ. ഇങ്ങനൊരു കരാറ് വളരെ വിചിത്ര. അത് പറഞ്ഞിട്ടുണ്ട്, അത് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് വിടിഞ്ഞ ആവശ്യമുണ്ട്. ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം അതിന്റെ മാനിഫെസ്റ്റോയില് 2016 മാനിഫെസ്റ്റോയില് വിഴിഞ്ഞത്തെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം കരാറിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അത് മുന്നോട്ട് കൊണ്ടുപോയി. ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദവും അവസാനിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പച്ച കള്ളം പറയാം. ഒന്ന്, ഇതിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നത് ഒന്നാമത്തെ തെറ്റ്. 2, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത മൂന്നാമത്തെ തെറ്റ്. കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡയസിൽ ഇരുത്തുന്നത് മൂന്നാമത്തെ തെറ്റ്. ക്ഷണിച്ചുകൊണ്ടുപോകാൻ ഇത് കല്യാണമൊന്നുമല്ലല്ലോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരിഹാസം കലർന്ന മറുപടി. ക്ഷണിച്ചല്ലോ, അപ്പോ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിലായില്ല ക്ഷണം എന്ന് ഞാൻ പറയുന്ന ഇത് ആരുടെങ്കിലും വീട്ടിലെ കല്യാണമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ. ആ വീക്ഷണത്തിൽ അതെടുത്ത് സഹകരിച്ചു പോവുകയാണ് വേണ്ടത്. അതിനിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെയും പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തി. ഇന്നലെ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പൂർണ്ണമായും തഴഞ്ഞിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, അതാണ് ഈ വിഷയത്തിൽ ഉണ്ടായ രാഷ്ട്രീയ തർക്കം. അതാണ് എന്തായാലും ഈ പദ്ധതിയുടെ സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ സന്നിഗ്ധ ഘട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ ഇതിൻ്റെ ചരിത്രങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തവരാണ്. VV അരുണും ഒപ്പം ഡാൻ കുര്യനും ഉണ്ട് എനിക്കൊപ്പം ചേരുന്നു. ആദ്യം സ്വാഗതം അരുൺ ഒപ്പം ഡാൻ. നമ്മൾ കഴിഞ്ഞ ഒരു 15 വർഷത്തെ പിന്നോട്ട് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ പദ്ധതിയുടെ കഴിഞ്ഞകാല ചരിത്രം നേരിട്ട് കണ്ടവരാണ്. കാരണം പല സമരങ്ങളും പോയി, അതിൽ രാഷ്ട്രീയ താല്പര്യമുള്ള സമരമുണ്ട്, പക്ഷേ ഇതിനെ അതിജീവിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള നടപടികൾ എത്ര കണ്ടുണ്ടായെന്ന നിരവധി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അരുണ്, നാളെ ഈ പദ്ധതി അത് കമ്മീഷനിങ് പൂർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നേരവകാശി ആരെ എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കൃത്യമായ നേരവകാശി ഉണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ചരിത്രം നമുക്ക് രാജഭരണ കാലത്ത് തുടങ്ങണം. ഒരുപക്ഷെ അതിനു മുമ്പ് 8-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങേണ്ടതാണ്. പക്ഷെ നമുക്ക് സമീപ ഭാവിയിൽ ജനാധിപത്യ ഭരണം വന്ന ശേഷം 91-ലെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ് ഈ വിഴിഞ്ഞം തുറമുഖം ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നത്. അതിനു മുമ്പ് തൊട്ടു മുമ്പുള്ള നയനാർ സർക്കാരും അതിൽ പങ്കില്ലാതെ പറയാൻ കഴിയില്ല. പക്ഷെ 95-ൽ കൃത്യമായി 95-ലാണ് ഒരു തുറമുഖത്തിന് വേണ്ടി ഒരു സർവേ വീണ്ടും ഈ ജനാധിപത്യ കാലത്ത് മുന്നോട്ട് പോകുന്നത്. MV രാഘവന്റെ വലിയൊരു മേൽക്കൈ അതിനുണ്ടായിരുന്നു. 95 കഴിയുമ്പോൾ 96-ൽ പുതിയ സർക്കാർ, ഈ നയനാർ സർക്കാർ വരുന്നു. അന്നും ഇതുമായി ബന്ധപ്പെട്ട് പല നിർണായകമായ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ കാര്യമായി ഒന്നും മുന്നോട്ട് പോയില്ല. 2001-ൽ വീണ്ടും MV രാഘവൻ തുറമുഖ മന്ത്രിയും AK ആന്റണി മുഖ്യമന്ത്രിയുമായി വരുന്നു. അവിടെയാണ് വീണ്ടും ഇതിനൊരു ജീവൻ വയ്ക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അവിടെയും ചില തടസ്സങ്ങളുണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആന്റണി മാറി 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം ഒരു കരാറിലേക്ക് ഒപ്പിട്ട് അവിടെയും വളരെ വേഗം മുന്നോട്ട് പോകുമ്പോഴും ആ കരാറ് ഏറ്റെടുത്ത കമ്പനി ചൈനീസ് ബന്ധമുള്ള കമ്പനിയാകുന്നു. അവിടെ വീണ്ടും അത് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ആത്മാർത്ഥമായ ശ്രമങ്ങൾ MV രാഘവന്റെ കാലത്ത് തന്നെ തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ്. VS സർക്കാർ വരുമ്പോൾ ആദ്യം VS അച്യുതാനന്ദൻ ആ സർക്കാർ വിളിച്ച ഒരു സർവകക്ഷി യോഗം അത് വിഴിഞ്ഞത്തിന് വേണ്ടിയായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ആന്റണി സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് MV രാഘവനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇതിനുവേണ്ടി ശ്രമിച്ചു. അതിനുശേഷം VS സർക്കാരിന്റെ കാലത്തും കാര്യമായ ശ്രമങ്ങൾ തന്നെ ഉണ്ടായി. ആദ്യം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ഈ തടസ്സങ്ങൾ മാറ്റാൻ സൂം ഡെവലപ്പേഴ്സ്, അത് ഈ ചൈനീസ് കമ്പനിയുടെ തടസ്സങ്ങൾ സുരക്ഷാ അനുമതി നൽകാതെ കേന്ദ്രം, അന്ന് UPA സർക്കാരാണ്, കോൺഗ്രസ് നൽകുന്ന ഇടതുപക്ഷം പിന്താങ്ങുന്ന UPA സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ അത് തടസ്സം മാറ്റി കിട്ടാൻ മുഖ്യമന്ത്രിയും സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ ഒരു സംഘവും ഡൽഹിയിലേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും ഒരു അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ഈ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നതും പിന്നീട് അതിന് തുടർഭാഗമായി പുതിയ ടെൻഡർ വിളിക്കുകയും ഒക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം അടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ കാര്യമായ തന്നെ ശ്രമങ്ങൾ നടന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വീണ്ടും ഈ പ്രവർത്തനം ഒന്നുകൂടി ഊർജിതമായി എന്ന് തന്നെ പറയാം. അവിടെയാണ് 2015 അവസാനം ആദ്യമാകുമ്പോൾ
അവസാനമാകുമ്പോൾ ഡിസംബറിൽ ഒരു കരാറൊക്കെ അദാനിയുമായി ഒപ്പിടുന്നതും ഇപ്പോഴത്തെ ഈ തുറമുഖ യാഥാർത്ഥ്യമാകുന്നതിന്റെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് വലിയ ക്രെഡിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. ഈ ഇപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന KV തോമസ് തന്നെ ആ പങ്കിനെപ്പറ്റി അദാനി എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനിരുന്ന അദാനി എങ്ങനെയാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംസ്കാരവും ഇവിടുത്തെ സമരങ്ങളും ഒക്കെ കണ്ട് മനമെടുത്ത് ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ അദാനി എങ്ങനെയാണ് അദാനിയെയും ഉമ്മൻചാണ്ടിയുമായി കൂട്ടിയോജിപ്പിച്ചതെന്നൊക്കെ KV തോമസ് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ കരാർ വലിയ പിശകുണ്ടായിരുന്ന വസ്തുതയാണ്. അതാണ് പിണറായി വിജയൻ വരുമ്പോൾ ഏറ്റവും വലിയൊരു പദ്ധതി നടപ്പാക്കി കഴിയുന്ന നിശ്ചയദാർഢ്യം ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചത് പിണറായി വിജയൻ ഒരുപക്ഷെ അതിലും വലിയ ശക്തിയോടുകൂടി ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ ഈ പദ്ധതിയിൽ അവകാശം ഉന്നയിക്കാം. ആ നേരവകാശം ഒരു മുന്നണിക്ക് മാത്രമായി നൽകാവുന്നതല്ല, രണ്ട് മുന്നണിക്ക് ഒരുപോലെ അവകാശമുണ്ട്. BJPയുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ അതിൽ നടപടികൾ വേഗത്തിലാക്കി ചില കുരുക്കുകളൊക്കെ BJPയുടെ ഭാഗത്ത് ഈ VGF അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായെന്നും മറച്ചുവെക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ ഇതിന്റെ അവകാശം ഉന്നയിക്കാം. ഒരുപക്ഷെ പിണറായി വിജയൻ നേതാവിന്റെ നിശ്ചയദാർഢ്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്തെ അടുത്തുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പിണറായിയുടെ ഒരു അദ്ദേഹത്തിനെതിരെ വിമർശനം എല്ലാം മാറ്റിവെച്ചാലും വികസന രംഗത്ത് പിണറായി എടുക്കുന്ന പ്രത്യേക നിലപാടുണ്ട്. അത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വലിയ സഹായമായിരുന്നത് വസ്തുതയാണ്. VS സർക്കാരിന്റെ കാലത്ത് നീക്കങ്ങളുണ്ടായി, ആന്റണിയുടെ കാലത്തും കരുണാകരന്റെ കാലത്ത് നീക്കങ്ങളുണ്ടായി. ഉമ്മൻചാണ്ടി വലിയ റോൾ വഹിച്ചയാളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും ഒരുപോലെ ഇതിന്റെ അവകാശം പങ്കിട്ടെടുക്കണം എന്നുള്ളതാണ് സാധാരണ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനു മുമ്പുള്ള കാര്യങ്ങളെ പറ്റി വായിച്ചും കേട്ടും അറിയുമ്പോഴും ഒക്കെ നമുക്ക് പറയാനുള്ളത്. BJP സർക്കാരും അതിന്റെ അവകാശവാദവുമായി രംഗത്തുണ്ട്. കാരണം അവരുടെ സർക്കാരാണ് ഇതിന്റെ അനുമതിയൊക്കെ നൽകേണ്ടത്, അവരാണ്, അവരുടെ കീഴിലുള്ള മന്ത്രാലയത്തിന് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും അവകാശവാദം ഉന്നയിക്കാം. ആ ഉന്നയിക്കാനുള്ള കാരണം, ഇത്ര അതിശക്തമായ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കാരണം ഈ പദ്ധതി അത്രയധികം പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്. അത് മൂന്ന് പേർക്കും അഭിമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അവകാശവാദവുമായി മൂന്ന് മുന്നണികളും ഒരുപോലെ രംഗത്തുള്ളത്. സജിത്ത്, യെസ്, അരുൺ സൂചിപ്പിക്കുന്നത് പോലെ അവകാശവാദം തീർച്ചയായും ഉന്നയിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. ഇപ്പോൾ ആരാണ് അതിൻ്റെ പൂർണ്ണ അവകാശി എന്നത് തർക്കമായി തന്നെ അവിടെ നിൽക്കട്ടെ. ഈ തർക്കത്തിൻ്റെ സമയം അതല്ല ഇത്. ഡാൻ, ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഡാൻ ആ വിഴിഞ്ഞം മേഖലയുടെ വലിയ സമര കാലഘട്ടം റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ നാളെ കമ്മീഷനിലേക്ക് വരുമ്പോൾ ആ സമരത്തിൻ്റെ ആ പ്രാദേശിക വികാരത്തിൽ നിന്നും അവിടെ മാറ്റമുണ്ടായോ? പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ഈ ദുരന്തം അല്ലെങ്കിൽ ഈ പദ്ധതി വരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഏറ്റവും അധികം നേരിടേണ്ടി വരുന്ന അവർ പൂർണ്ണമായും തൃപ്തരായി കഴിഞ്ഞോ എന്ന ഒരു ചോദ്യം. മറ്റൊന്നുകൂടി എനിക്കറിയാനുള്ളത്, ഈ വിഷയത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പൊതുവിലെടുത്ത നിലപാടുകളാണ്. ആ തരത്തിൽ ആർജവമുള്ള മാധ്യമ നിലപാടുകൾ കൂടിയാണോ യഥാർത്ഥത്തിൽ ഈ പദ്ധതിക്ക് കരുത്തായി മാറിയത്? സജിത്ത്, ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അത് വ്യക്തമായി നൽകിക്കൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് 138 ദിവസം നീണ്ടുനിന്ന സമാനതകളില്ലാത്ത ഒരു സമരമായിരുന്നു വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം. സാധാരണയായി ഏത് പ്രതിഷേധങ്ങളും കരയിൽ മാത്രം ഒതുങ്ങുമ്പോൾ കടലിലും കരയിലും ഒരുപോലെ സമരം തീർത്തുകൊണ്ട് ഈ തുറമുഖ പദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, തീരശോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തുറമുഖ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ ഈ സമരം ആയി മുമ്പോട്ടെത്തിയ സമരസമിതി നേതാക്കൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം തുടങ്ങുന്നത്. 2022 ജൂലൈ 20-ാം തീയതിയാണ് ഈ സമരം തുടങ്ങുന്നത്. ആ പ്രതിഷേധം സമാനതകളില്ലാത്ത തരത്തിലേക്ക് മാറുകയും അക്രമത്തിന്റെ ഒരു പാത കൈവരിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് പ്രതിരോധത്തിലായ പോലീസ് പിന്നീട് നോക്കി നിൽക്കാൻ കഴിയാതെ സംയമനം വെടിഞ്ഞ് നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും 7 ആവശ്യങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വെക്കുന്നു. അതിൽ ഈ തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ദിവസവേതനം ഉറപ്പാക്കണം, താമസ സ്ഥലം ഉറപ്പാക്കണം, മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് നൽകണം, ബോട്ടുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ പല വ്യവസ്ഥകൾ അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 6 കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ഒത്തുതീർപ്പിനുള്ള വഴി ഒരുങ്ങുകയും ചെയ്തെങ്കിലും 7ാമത്തെ പ്രധാന ആവശ്യമായി അവർ ഉന്നയിച്ചത് തുറമുഖ പദ്ധതി തന്നെ നിർത്തിവെക്കണം എന്നാണ്. ഈ നിർമ്മാണ പദ്ധതി തന്നെ നിർത്തിവെക്കണമെന്നാണ്. അതിനു മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറാകാതിരുന്നിടത്താണ് വളരെ നിർണായകമായ ഒരു ടേണിംഗ് ഈ വിഷയത്തിൽ ഉണ്ടാകുകയും അവിടെ ഈ തുറമുഖത്തിന്റെ നിർമ്മാണം ഏത് വിധേനയും മുമ്പോട്ട് പോകും, എത്ര വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കുമെന്നൊരു ഉറച്ച തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെ കൃത്യമായി ഉണ്ടായ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അവിടെയാണ് ഒരു വലിയ ടേണിംഗ് ഉണ്ടാകുന്നത്. അതായത് സമരസമിതിയെ തന്നെ അക്ഷരാർത്ഥത്തിൽ അനിശ്ചിതത്വത്തിലാക്കി സർക്കാർ ഇങ്ങനെയൊരു ധീരമായ തീരുമാനത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു നടപടി. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ പദ്ധതിക്ക് തറക്കല്ലിടുന്നു. അവിടെ നിന്ന് അടുത്ത സർക്കാർ വരുന്നു. ഈ രണ്ട് മുന്നണികൾ ഒരുപോലെ ഇതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. കൃത്യമായി ജനങ്ങളതെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രതിഷേധം ആദ്യം ഉന്നയിച്ച അല്ലെങ്കിൽ സമരം നടത്തിയ ആളുകളുടെ നിലവിലത്തെ അവസ്ഥ അത് തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടായതുപോലെ തീരശേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യാഘാതങ്ങളൊന്നുമല്ല ഇപ്പോൾ ഈ സ്ഥലം നേരിടുന്ന പ്രശ്നം. അതിനും അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിംഗ് റോഡിന്റെ നിർമ്മാണം, ഈ ഭൂഗർഭ റെയിൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏതാണ്ട് 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ റെയിൽപാത, ഇതിന്റെ നിർമ്മാണത്തിനുള്ള പ്ലാനിങ്ങും റൂട്ട് മാപ്പുമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിൽ ജനവാസ മേഖലയിലൂടെയാണ്, അതായത് വിഴിഞ്ഞത്തെ ഒരു പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിലൂടെയാണ് ഇതിന്റെ ഈ DPR കടന്നു പോകുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വ്യാപകമായി ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അവിടെ ഏത് തരത്തിൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഈ ജനവാസ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് ഈ റെയിൽപാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് അധികൃതർ കടക്കും എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ, അതായത് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി അധികൃതർ വന്ന് സീൽ ചെയ്തു പോയ ഒരുപാട് ഭൂമിയുണ്ട്. അവിടെ ലോൺ എടുത്തതിന് ശേഷം അത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ, സ്വന്തം ഭൂമി വിൽക്കാൻ കഴിയാത്തവർ, ഇങ്ങനെ സ്വന്തം സ്ഥലമെന്ന് ആധാരത്തിൽ പറയുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വവും മുഴുവൻ സർക്കാരിന്റെ ഭാഗമായി ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു പോക്കുവരവും ചെയ്യാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിൽ കഴിയുന്ന 100 കണക്കിന് ആളുകൾ ഈ റിംഗ് റോഡ് കടന്നു പോകുന്ന പല ഭാഗങ്ങളുമുണ്ട്. അവരുടെ ദുരിതത്തിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് അവർക്കുള്ള ഒരു ആശ്വാസകരമായ നടപടി കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിൽ കൃത്യമായ ഒരു ഇത് എല്ലാവർക്കും സമഗ്രതല സ്പർശിയായ ഒരു വികസന പദ്ധതിയായി മാറുകയുള്ളൂ എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ സഹിത സൂചിപ്പിച്ചത് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ നിലപാടുകൾ, നമ്മളെടുത്ത വ്യത്യസ്തമായ ഒരു നിലപാട്, അതിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വില, ഇതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒരുപാട് അഭിമാനത്തോടെ നമുക്ക് ഈ ദിവസം ഈ കാര്യം ഇവിടെ നമുക്ക് അഭിമാനത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്യാം. നമ്മളൊന്ന് തനിച്ചെടുത്ത ആ നിലപാടിന് എത്ര വലിയ സ്വീകാര്യതയാണ് പിന്നീട് അങ്ങോട്ട് ലഭിച്ചത് എന്നതിന്റെ നേർസാക്ഷ്യമായി മാറാൻ പോവുകയാണ് നാളെ നടക്കുന്ന ഈ തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിങ്. എന്തായാലും ന്യൂസ് 18 മാത്രത്തിൽ അഭിമാനിക്കാനുണ്ട്. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തികച്ചും വികസന വഴിയിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇരുവർക്കും നന്ദി. നാളത്തെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഒരുക്കങ്ങളിൽ അവർക്ക് പോവേണ്ടതുണ്ട്. നാളെയാണ് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് കമ്മീഷനിങ് നടക്കുക. ഇനി വിഴിഞ്ഞം പദ്ധതി അത് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ സംസ്ഥാന ഖജനാവിലേക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. വലിയ പ്രതീക്ഷകളാണ് സംസ്ഥാനത്തിനുള്ളത്. നികുതി ഇനത്തിൽ മാത്രം പ്രതിപക്ഷം 400 കോടിയുടെ വരുമാനമാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ തുറമുഖങ്ങളെ മാത്രമല്ല, കൊളംബോയും ദുബായും ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്കും വിഴിഞ്ഞം ഒരു വലിയ വെല്ലുവിളിയായി മാറാനാണ് സാധ്യത. വിഴിഞ്ഞം തുറമുഖം തലസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾ മാത്രമല്ല പേറുന്നത്, കേരളത്തിന്റെ ഖജനാവിന് തന്നെ കരുത്തായി മാറുമെന്നാണ് പ്രതീക്ഷ. തുടക്കത്തിലെ വരുമാന കണക്കുകളാണ് ആ പ്രതീക്ഷകൾക്ക് കാരണം. പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്ന തുറമുഖത്ത് നിന്ന് അദാനി കമ്പനി പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം 2500 കോടിയുടെ വരുമാനമാണ്. കരാർ പ്രകാരം 15 വർഷങ്ങൾക്ക് ശേഷമേ സംസ്ഥാന സർക്കാരിന് വരുമാനം കിട്ടിത്തുടങ്ങൂ. എന്നാൽ നികുതി വരുമാനത്തിൽ വലിയൊരു പങ്ക് കേരളത്തിനും കിട്ടും. അത് ഇതിനകം കിട്ടിത്തുടങ്ങിയിട്ടുമുണ്ട്. പ്രതിവർഷം 400 കോടിയാണ് ഈ രീതിയിൽ കേരളം പ്രതീക്ഷിക്കുന്നത്. തുറമുഖ വികസനം പൂർണ്ണതോതിലാകുമ്പോൾ 30 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ തക്ക ശേഷി വിഴിഞ്ഞം കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ഓരോ കപ്പൽ വരുമ്പോഴും ഓരോ കണ്ടെയ്നറിൽ നിന്നും സർക്കാരിന് വരുമാനം കിട്ടും. കപ്പലുകൾ തുറമുഖത്തെത്തുമ്പോൾ നൽകേണ്ട ഫീസ്, കണ്ടെയ്നർ നിരക്കുകൾ, ഇന്ധനം നിറയ്ക്കൽ എന്നിവയിൽ നിന്നുള്ള നികുതി വരുമാനത്തിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 18% ഇതിന്റെയൊക്കെ GST. കേന്ദ്രവും സംസ്ഥാനവും ഈ തുക വീതം വയ്ക്കും. മാർച്ച് 31 വരെ 258 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നുപോയത്. അദാനി പോർട്ടിന് യൂസർ ഫീ ഇനത്തിൽ ലഭിച്ചത് 243 കോടി. GST ആയി സർക്കാരിന് ലഭിച്ചത് 43.74 കോടിയും. കപ്പലുകളുടെയും കണ്ടെയ്നറുകളുടെയും എണ്ണം കൂടുമ്പോൾ ഖജനാവും നിറയും. 7500 കിലോമീറ്ററാണ് രാജ്യത്തെ തീരം. 200ഓളം തുറമുഖങ്ങളും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ കടലിലൂടെയുള്ള രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ 40% കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന തുറമുഖങ്ങളാണ്. മുദ്രയും കൃഷ്ണപട്ടണവും ഇതിൽ പ്രധാനവും. അവിടേക്കാണ് മത്സരിക്കാൻ വിഴിഞ്ഞവും എത്തുന്നത്. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന ചരക്കിൽ 60% ഇന്ത്യയിലേക്കുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ 1/3 വിഴിഞ്ഞം വഴിയാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യാന്തര കപ്പൽച്ചാലിനോട് കൊളംബോയ്ക്ക് ദൂരം 50 കിലോമീറ്റർ, വിഴിഞ്ഞത്തു നിന്ന് 18 കിലോമീറ്റർ മാത്രവും.
ഇതാണ് പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നത്. ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമല്ല, കൊളംബോയെ ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളും മാറ്റിക്കയറ്റുന്ന ഹബ്ബായി വിഴിഞ്ഞം മാറും. തുറമുഖത്തിന് പുറത്തേക്കും വളരെ വേഗം വിഴിഞ്ഞം വളരുമെന്നുറപ്പ്. അത് വിഴിഞ്ഞം പട്ടണത്തിന്റെ മാത്രമല്ല, തലസ്ഥാന ജില്ലയുടെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കും. വൻകിട ഹോട്ടലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കണ്ടെയ്നർ യാർഡുകളും ലോജിസ്റ്റിക് സ്കിൽ പാർക്കുകളും വിഴിഞ്ഞത്തു വരും. വിഴിഞ്ഞത്തു നിന്ന് നാവായിക്കുളത്തേക്കുള്ള ഔട്ടർ റിംഗ് റോഡ് തലസ്ഥാനത്തിന്റെ മൊത്തം വികസനം വേഗത്തിലാക്കും. കന്യാകുമാരി ജില്ലയ്ക്കും വിഴിഞ്ഞത്തിന്റെ വികസനം ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തലുകളുണ്ട്. വിഴിഞ്ഞത്തു നിന്ന് ബാലരാമപുരത്തേക്കുള്ള തുരങ്ക റെയിൽപാത യാഥാർത്ഥ്യമാകുമ്പോൾ അതും വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് വേഗം കൂട്ടും. ലോകത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായ കോവളത്തോടുള്ള സാമീപ്യം ടൂറിസ്റ്റുകളെയും വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കും. ആഡംബര കപ്പലുകളും ക്രൂയിസ് കപ്പലുകളും വൈകാതെ വിഴിഞ്ഞത്തെത്തും. ചുരുക്കത്തിൽ വിഴിഞ്ഞം വഴി തുറക്കുന്നത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിലേക്കാണ്. അതുവഴി രാജ്യത്തിനും പ്രതീക്ഷിക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നിരവധി വികസന പദ്ധതികൾ വലിയ പ്രതീക്ഷകളോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വിഴിഞ്ഞം എന്നതാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ ചിറകുകൾ നൽകുന്നത്. കാരണം വിഴിഞ്ഞം വലിയ ശുഭസൂചനകൾ അതിൻ്റെ കമ്മീഷനിങ്ങിന് മുമ്പ് തന്നെ പങ്കുവെച്ച് കഴിഞ്ഞു. അതായത് വിഴിഞ്ഞം തുറക്കുന്നത് വലിയ വിശാലമായ ഒരു ലോകത്തിലേക്കാണ്. നന്ദി, നമസ്കാരം.